ഞാനതിന് യൂസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ പാർസൽ സർവീസ് ആണ്. അതായത് മനസ്സിലായി. കുട്ടികളെ ഒന്നുകിൽ എന്ത് ചെയ്യും, പാർസൽ അയക്കും അങ്ങോട്ടേക്ക്. അതായത് എയർപോർട്ടിൽ നിന്ന് കയറ്റി വിടും. ലൈക്ക് നമുക്ക് നോർമലി ഏത് ഏജൻസിക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുക, അഡ്മിഷൻ എടുക്കുക, വിസ പ്രൊസീജിയർ ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ കുട്ടികളെ കൂടെ അങ്ങോട്ടേക്ക് പോയി അവിടെ എത്തി അവരുടെ കാര്യങ്ങൾ റെഡിയാക്കി അവിടെ നിന്ന് സർവീസ് കൊടുക്കണം. അല്ലാതെ നമ്മൾ അവിടെ എത്തിച്ച് ഇപ്പം മെയിനായിട്ട് ഞാൻ കണ്ടൊരു ഒരു സിസ്റ്റം, ഒരു സ്റ്റൈൽ ഓഫ് മാർക്കറ്റിങ്ങും അതിൻ്റെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റീസെൻ്റ്ലി ഇപ്പം 2-3 വർഷം മുന്നേ ഇത്ര ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, ഏജന്റുമാർ എന്ത് ചെയ്യുന്നില്ല, ഈ രാജ്യങ്ങളിലേക്ക് വരാറില്ല. അവർ നോർമലി ഓഫീസ് വെച്ച് റൺ ചെയ്ത് ഓഫീസിൽ നിന്ന് അഡ്മിഷൻ ക്ലോസ് ചെയ്തു, അഡ്മിഷൻസിന്റെ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് നേരെ കുട്ടികളെ കയറ്റി വിടല. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു നെഗറ്റീവ് വരുന്നത് കൊണ്ട് ഇപ്പം ഓഫീസില്ലാത്ത ഏജന്റുമാർ ഓഫീസ് വെക്കുന്നു. അതായത് ഇങ്ങനെ വരാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു, നേരെ ഉസ്ബെക്കിസ്ഥാനോ കസാഖ്സ്ഥാനോ ജോർജിയോ അവിടെ ഒക്കെ പോയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ, അതായത് കുട്ടികളെ ആ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ. ഞാൻ റീസെന്റ് ഒരു ഏജൻസിയുടെ ഒരു വീഡിയോ കണ്ടു. ഞാനത് അതായത് ആ കുട്ടികൾ വന്നിറങ്ങിയിട്ട് ബാഗോട് കൂടിയാണ് കുട്ടികളെ എങ്ങനെയുണ്ട് ജോർജിയ, ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മളുടെ കുട്ടികളെ റിവ്യൂസ് നമ്മൾ ഇടുന്നുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് ഇടുമ്പം നമ്മളെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി ക്ലാസ് തുടങ്ങുന്നതിന് 2 ആഴ്ച മുന്നേ കൊണ്ടുപോയി അവിടെ ഫുള്ള് കാണിച്ചു കൊടുത്ത് ക്യാമ്പസ് ടൂർ, സിറ്റി ടൂർ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, അവരോട് ബേസിക് ആയിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, നല്ലതാണോ ഈ ക്യാമ്പസ്, നല്ല സിറ്റി ആണോ, എന്താണ് ഈ രാജ്യത്തിന്റെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് നമുക്ക്